നമസ്തേ. മറുപടിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. 7 തവണ MLA, നിയമസഭയിൽ മുൻ ചീഫ് വിപ്പ് ആയ ശ്രീ PC ജോർജാണ് മറുപടിയുടെ ഈ അധ്യായത്തിലെ അതിഥി. ശ്രീ PC ജോർജ് ജനപക്ഷത്തിൽ നിന്നും ഇപ്പോൾ BJPയിലേക്ക് എത്തിയിട്ടുണ്ട്. BJPയിലേക്ക് വരാനുള്ള സാഹചര്യം, മറ്റു കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് PC-യോട് തന്നെ നേരിട്ട് ചോദിക്കാം. PC, മറുപടിയിലേക്ക് സ്വാഗതം. PC, LDF-ൻ്റെയും UDF-ൻ്റെയും ഭാഗമായിട്ടുണ്ട് താങ്കൾ. NDA-യുമായി സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുമുണ്ട്. ഇപ്പോഴിതാ BJP അംഗമായിരിക്കുന്നു, കൂടെ മകൻ ഷോണുമുണ്ട്. ജനപക്ഷത്തിൽ കൂടിയാലോചിച്ചെടുത്ത തീരുമാനമാണോ അതോ ഏകപക്ഷീയമായി ആരുടെയെങ്കിലും പ്രേരണയിൽ BJPയിൽ വന്നതാണോ PC ജോർജ്? നമ്പ്യാൻ അറിയാം, എൻ്റെ സ്വഭാവം അറിയാൻ പാടില്ല. ഞാൻ അങ്ങനെ വല്ലതും ചെയ്യുമോ? ഒരു സ്ഥാനത്തെ പറ്റി ഇന്നുവരെ ചിന്തിക്കാത്തവനെ. ഞാൻ 80-ൽ MLA ആകാൻ പോലും ആഗ്രഹിച്ച ആളല്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിന്ന് പോയതാണ്. ഇത് കാര്യം ഞാൻ പറയാം നമ്പ്യാരെ. ഈ കേരളത്തിൽ ഇന്നത്തെ സാഹചര്യം ഒന്ന് ആലോചിക്കണം. ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമോ? പട്ടിണി കിടന്ന് മനുഷ്യൻ ചാവും. പലായനം നടക്കില്ല. ജനം മുഴുവൻ ചെറുപ്പക്കാർ ഇവിടെ നാട് വിട്ടു പോവുക. അവിടെ പോയി രക്ഷപ്പെടുന്നുണ്ടോ പാവങ്ങൾ? ഇതുപോലെ ആത്മഹത്യ പെരുകി ഒരു നാട് ഉണ്ടായിട്ടുണ്ടോ? അതിലും കടുക്കിയായിട്ട് മുഴുവൻ അഴിമതി ഭരിക്കുന്നവരെല്ലാം കൊള്ളക്കാരായി മാറിയിരിക്കില്ലേ മുഖ്യമന്ത്രി ഉൾപ്പെടെ? ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യും? നിങ്ങളൊന്ന് ആലോചിച്ച് നമ്പ്യാരെ. എന്റെ സങ്കടം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് നമ്പ്യാരെ. വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാം. 2023 ഡിസംബർ 9 കോട്ടയത്ത് ചേർന്ന കേരള ജനപക്ഷം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനമാണ് ഞാൻ നടപ്പാക്കുന്നത് ഇപ്പോൾ. അല്ലാതെ ഇന്നലെ എടുത്ത തീരുമാനമല്ല. അത് തീരുമാനിച്ചത് കമ്മിറ്റി പങ്കെടുത്ത ബഹുഭൂരിപക്ഷം പേരും BJPയിൽ ലയിപ്പിക്കണം എന്ന് പറഞ്ഞു. കുറെ ആളുകൾ പറഞ്ഞു ലയിപ്പനമല്ല, ഘടകകക്ഷിയായിട്ടിരുന്നാൽ മതി. ഞാൻ അഭിപ്രായം ഒന്നും പറഞ്ഞില്ല. കാരണം എൻ്റെ അഭിപ്രായം ആകരുതല്ലോ, എല്ലാവരും അഭിപ്രായം ചെയ്യുക. ലയിക്കണം എന്ന് പറഞ്ഞതിൽ ഒരു പ്രമുഖ വ്യക്തിയാണ് നമ്മുടെ ജനപക്ഷം സെക്യുലർ പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാനായിട്ട് ഇപ്പോഴും നിൽക്കുന്ന പ്രിയങ്കരനായ EK ഹസൻകുട്ടിയാ പറഞ്ഞത്. മനസ്സിലായില്ലേ? അല്ലാതെ കൃത്യാനി പോലും അല്ല പറഞ്ഞത്. ഞാൻ അവിടെ വെച്ചൊരു 5 കമ്മിറ്റി ഉണ്ടായി. ആ 5 കമ്മിറ്റിയുടെ തീരുമാനത്തിൽ വിട്ടു. ആ 5 കമ്മിറ്റിയുടെ തീരുമാനം ലയിക്കണം എന്നായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര BJP നേതൃത്വത്തിന് ഞാൻ കത്ത് കൊടുത്തത്. ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ മറ്റു ചർച്ചകളിലേക്കൊന്നും ഞാൻ ആരോടും പോയില്ല. നമ്മുടെ ഇവിടെ ഉള്ള ഈ കേരളത്തിലെ നേതാക്കന്മാരോടൊക്കെ നല്ല ബന്ധമാണ് എനിക്കുണ്ടായിരുന്നത്. ഇപ്പോഴും അത് നല്ല ബന്ധമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ 30-ാം തീയതി മെസ്സേജ് വരുന്നത് ഡൽഹിയിൽ നിന്ന്. അത് BJPയുടെ ആസ്ഥാനത്തിൽ നിന്നാണ്. നാളെ രാവിലെ ഡൽഹിയിൽ എത്താൻ പറഞ്ഞ മെസ്സേജ്. അപ്പത്തന്നെ രാത്രി തന്നെ ആരോടും പറയാൻ സമയം കിട്ടിയില്ല. ഞാൻ അതിനു മുമ്പ് ഈ ചർച്ചയ്ക്കിടയിൽ കുറച്ചു നാളായല്ലോ. അതിനിടയ്ക്ക് നമ്മുടെ പ്രിയങ്കര പല നേതാക്കന്മാരോടും രാഷ്ട്രീയ നേതാക്കന്മാരും സമുദായ നേതാക്കന്മാരോടും ഒക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും എന്നെ അനുകൂലിച്ചത് നോ എന്ന് ആരും എന്നോട് പറഞ്ഞില്ല. അപ്പൊ ഇന്ന് പിതാക്കന്മാർ സംസാരിച്ചു, ഒരാൾ പോലും എന്നോട് നോ എന്ന് പറഞ്ഞില്ല. അപ്പൊ സഭാ മേധാവികളുടെ അനുഗ്രഹാശിസുകളോടെയാണ് BJP പ്രവേശം എന്ന് ചുമ്മാ പറഞ്ഞതല്ല PC ജോർജ്, അല്ലേ? ഞാൻ വെറുതെ അങ്ങനെ ഒന്നും പറയാറില്ല. ഞാൻ ചോദിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. നോ എന്ന് പറഞ്ഞില്ല. യെസ് എന്നും പറയാത്തവരുണ്ട്, നോ പറഞ്ഞ ആരുമില്ല. വേറൊന്ന്, എനിക്ക് ഏറ്റവും അഭിമാനം തോന്നുന്നു NSSന്റെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട സുകുമാരൻ നായർ മണിച്ചേട്ടൻ വളരെ സന്തോഷത്തോടെ തല കൈവച്ച് തന്നെ അനുഗ്രഹിച്ചപ്പെട്ടത്. അങ്ങനെ സമുദായ നേതാക്കന്മാരും മതമേധാധ്യക്ഷന്മാരും ഉൾപ്പെടെ എല്ലാവരോടും, എൻ്റെ സുഹൃത്തുക്കളോടും ഉന്നതമായ സ്ഥാനം വഹിക്കുന്നവരെ മാന്യന്മാരോടും ഒക്കെ അഭിപ്രായം ചോദിച്ചതിന് ശേഷമാണ് ലയിക്കാൻ തീരുമാനിച്ചത്. കേരളത്തിലെ ക്രൈസ്തവർ BJPക്ക് അനുകൂലമായിട്ട് ചിന്തിച്ചു തുടങ്ങിയോ? ചിന്തിക്കാതിരിക്കാൻ പറ്റുമോ? നമ്പ്യാരെന്ന് ആലോചിച്ച് ഇവിടെ ജീവിക്കണ്ടേ? ഈ കേരളത്തിൽ LDF-ഉം UDF-ഉം ഭരിക്കുക. ഇവർ രണ്ടും മാറി മാറി ഭരിച്ചിട്ട് ക്രിസ്ത്യാനിക്ക് വല്ലതും കിട്ടിയിട്ടുണ്ടോ? ഇവിടെ ക്രിസ്ത്യാനി വളർത്തും എന്ന് പറയുന്നുണ്ട്. എന്നെ കിട്ടിയേ? ഞാൻ ഇവിടെ ചോദിക്കട്ടെ, ഇവിടെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ പറ്റി ഇവിടെ വലിയ വീടോടെ വാദിക്കുന്നുണ്ട്. ന്യൂനപക്ഷ അവകാശങ്ങൾ, വിദ്യാഭ്യാസ ആനുകൂല്യം മുഴുവൻ ഒരു സമുദായത്തിന് കൊടുക്കുന്ന ക്രിസ്ത്യാനിക്കൊന്നും കിട്ടുന്നില്ല. ഇവിടുത്തെ പട്ടികവർഗക്കാരെ കൂടുതൽ കിട്ടുന്നുണ്ട് ആ സമുദായത്തിന്. എനിക്ക് സന്തോഷമുള്ളൂ, അത് കൊടുക്കട്ടെ, ഞാൻ എതിരല്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ മുസ്ലിം ദേവാലയങ്ങളിൽ പഠിപ്പിക്കുന്ന ആളുണ്ട്. നമ്മുടെ ഈ വേദപാഠം പഠിപ്പിക്കുന്ന ആളുകൾ, അവർക്ക് ശമ്പളം കൊടുക്കുന്നത് നമ്മുടെ നികുതിപ്പണമല്ലേ? എനിക്കെതിരില്ല, കൊടുക്കണം സ്റ്റാലിലാണ് നിൽക്കുന്നത്. ഞാനിവിടെ കൈവെക്കുന്നതല്ലേ. പക്ഷേ ക്രിസ്ത്യാനിയുടെ പള്ളിയിൽ വേദപാഠം പഠിപ്പിക്കുന്നവർക്കൊന്നും കൊടുക്കുന്നില്ലല്ലോ. അതിനെ കൊടുക്കാത്ത ന്യൂനപക്ഷമല്ലേ?
ആ ന്യൂനപക്ഷം എന്ന് പറയുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ എല്ലാം തുല്യമായ ഒരു പ്രാതിനിധ്യം കൊടുക്കണം. കേരളത്തെ ക്രിസ്ത്യാനിയെ എന്താ ഒഴിച്ചു നിർത്തിയിരിക്കുന്നത്? അവർക്ക് കൊടുക്കണ്ടേ? അപ്പോ ക്രിസ്ത്യാനിക്ക് എല്ലാം ഉണ്ടെന്ന് പറയുകയും ഒന്നും കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന സംസ്കാരമാണ് കേരളത്തിലുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവിടെ വിനയത്തിൽ ഞാനൊരു ക്രിസ്ത്യൻ വർഗീയവാദിയൊന്നുമല്ല. ഒരു മതത്തോടും എനിക്ക് പ്രത്യേക സ്നേഹമോ പിണക്കോ ഇല്ല. എല്ലാ മതത്തോടും ആദരവുമുണ്ട്. അങ്ങനെ പോകുന്ന ഒരുത്തനായ എന്റെ ഇലക്ഷൻ കാലത്ത് നിൽക്കുന്ന ഭാരവാഹികൾ ഞാൻ പറയാം മുസ്ലിമിന്റെ EK കാസർഗോഡ് എന്റെ വർക്കിംഗ് ചെയർമാൻ തീർന്നില്ലേ? അല്ല, നമ്മളങ്ങനെ ഒരു കള്ളത്തിലൊന്നുമില്ല നമ്പ്യാരെ, വളരെ മാന്യമായി പോവുക. പക്ഷെ ഇവിടുത്തെ പ്രശ്നം അതല്ല. കേരളത്തിൽ മിണ്ടിയാൽ ഉടനെ പറയും ഇതേ ക്രിസ്ത്യാനി എല്ലാം കൂടെ. അതെ, പിണറായിയാ പറയുന്നത്. അത് കേൾക്കുന്ന കുറെ പട്ടയന്മാരും ഉണ്ട് ഇവിടെ. അതാ രസം. എന്നതാ കേട്ടില്ല? നമ്മുടെ മണിപ്പൂർ മണിപ്പൂർ ഭയങ്കര അവിടെ ക്രിസ്ത്യാനിയെ കൊല്ലുന്നു. എന്റെ പൊന്നു നമ്പിയാര് ഊളത്തരം പറയുന്നതിന് കണക്ക് വേണ്ടേ ഇവനൊക്കെ? പിണറായിക്ക് ബോധമുണ്ടോ? ബോധമുണ്ടെങ്കിൽ ഊളത്തരം പറയൂ. അവിടെ എന്നാ നടക്കുന്നേ? കഴിഞ്ഞ 3 ദിവസമായിട്ട് ബാംഗ്ലൂർ സിനഡ് നടന്നുകൊണ്ടിരിക്കുക. സിനഡ് കത്തോലിക്ക സഭയുടെ മുഴുവൻ മെത്രാന്മാരും അവിടെ ഉണ്ട്. അവിടെ പ്രമേയം അവതരിപ്പിച്ച അവിടെ ആരാ ചർച്ച ചെയ്തത്? ബോംബെ ആർച്ച് ബിഷപ്പാണ് അവിടെ ഈ നമ്മുടെ മണിപ്പൂർ ഇഷ്യൂ ചർച്ചയ്ക്കെടുത്തത്. അദ്ദേഹം എന്താ പറഞ്ഞത്? അവിടെ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന വംശീയ കലാപം, ആ കലാപം അവസാനിപ്പിക്കാൻ സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് പറഞ്ഞത്. എന്ന് മാത്രമല്ല, ഉപദേശിക്കാൻ കഴിയുന്നവരെ ഉപദേശിച്ച് നല്ല നിലയിലാക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാ കാര്യം? അവിടെ കൊല്ലുന്നവരും ചാകുന്നവരും രണ്ടും കുക്കിയും മൈതയും. കുക്കികൾ എന്ന് പറയുന്ന മലമ്പ്രദേശം മുഴുവൻ, മൈതൈകൾ ടൗൺ പ്രദേശം. മൈതൈകളും ക്രിസ്ത്യാനിയാണ്. മൈതൈയുടെ പള്ളി തകർക്കുന്നത് കുക്കികൾ ക്രിസ്ത്യൻ കുക്കികളാണ് വന്ന് മൈതൈയുടെ ക്രിസ്ത്യാനി പള്ളി തകർക്കുന്നത്. അല്ല PC, ഇത് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇവിടെ 10 വോട്ട് കിട്ടണമെങ്കിൽ, ക്രിസ്ത്യാനികളുടെ വോട്ട് കിട്ടണമെങ്കിൽ ഈ ആയുധം എടുത്ത് പ്രയോഗിച്ചല്ലേ പറ്റൂ. അത് ശരിയല്ലെന്ന് ജനം അറിയട്ടെ നമ്പിയാരെ. കുക്കിയുടെ പള്ളി തകർക്കുന്ന മൈതൈ ക്രിസ്ത്യാനി. അപ്പൊ ക്രിസ്ത്യാനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പള്ളി തകർത്തിട്ട് അതിന്മേ ആരെയാ കുറ്റം പറയുന്നത്? ഈയിടെ ഒരുത്തൻ പ്രസംഗിക്കുന്നത് കേട്ടു, പിണറായിയും പറഞ്ഞു. അത് എന്തുകൊണ്ട് പ്രധാനമന്ത്രി മിണ്ടിയില്ല? പ്രധാനമന്ത്രി എങ്ങനെ മിണ്ടുന്നത്? ഞാൻ ചോദിക്കട്ടെ, ജവഹർലാൽ നെഹ്റു മിണ്ടാതെ ഞാൻ അങ്ങേരുടെ കാലത്തോണ്ടല്ലോ ഈ പ്രശ്നം മണിപ്പൂരില്, നാഗാലാൻഡിലും ഉണ്ടല്ലോ. നാഗന്മാരവിടെ നിൽക്കട്ടെ. ഇവിടെ വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടു കൂടിയല്ലേ ഈ കലാപം മുഴുവൻ മണിപ്പൂരിൽ ഉണ്ടാക്കുന്നത്? അത് തടയാൻ എന്തുകൊണ്ട് ശ്രമിക്കുന്നത്? ചൈനീസ് ആയുധങ്ങളല്ലേ പിടിച്ചെടുക്കുന്നത്? ഞാൻ പറയട്ടെ, ഇത് ഒക്കെ അപ്പൊ രാഷ്ട്രീയം. ഇപ്പോ ജവഹർലാൽ നെഹ്റു, ശാസ്ത്രി, ഇന്ദിരാജി, മൊറാർജി ദേശായി, AP സിംഗ്, ചന്ദ്രശേഖർ, നമ്മുടെ അതിന് എല്ലാ പ്രധാനമന്ത്രിമാരുടെ കാലത്തും മണിപ്പൂരിൽ ഇതുപോലെ അപകടം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എല്ലാ പ്രധാനമന്ത്രിമാരെയും ശിക്ഷിക്കണമല്ലോ. ഇപ്പം എല്ലാവർക്കും ആകാം. നമ്മുടെ മോദിജി വന്നപ്പോൾ കുഴപ്പമായി. എങ്ങനെ BJP തകർക്കാം? അതിനുവേണ്ടി ഈയിടെ കള്ളക്കച്ചവടമായിട്ട് ഇറങ്ങിയിരിക്കുക. അതുകൊണ്ട് ഇതൊന്നും ഇവിടെ ചെലവാവില്ല. ക്രിസ്ത്യാനിക്കൊക്കെ വിവരം മനസ്സിലായിട്ടുണ്ട്. ക്രിസ്ത്യാനികളുടെ സത്യം മനസ്സിലാക്കിയിട്ടുണ്ട്. അവിടെ നടക്കുന്നത് ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. പള്ളികൾ ആക്രമിക്കപ്പെടുന്നു ഞങ്ങൾക്ക് ദുഃഖമില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അതിന് വേറെ പറയുന്നുണ്ട്, അവിടെ എന്ത് ഭീകരമാ. അവിടെ ഒരു മിഷണറിയെ മക്കളെ ചുട്ടുകൊന്നെന്ന്. എന്തിന് ചുട്ടുകൊന്നു എന്ന് ചോദിക്കുന്നത്? അത് BJP. ഞാൻ അതിന് വിശദാംശം കിടക്കുന്നില്ല. ആരെ വേദനിപ്പിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാ. ഞാൻ ചോദിക്കട്ടെ, എന്റെ അരിയത്രപ്പള്ളി ഞാൻ ഈരാറ്റോടെ അരിയത്രപ്പള്ളി ഞങ്ങളുടെ പ്രമുഖ പള്ളി. അരിയത്രപ്പള്ളിയുടെ വാതക്കൽ വെല്ലിച്ച് നിൽക്കുക. വെല്ലിച്ചാണ് ഞങ്ങളുടെ ഏറ്റവും ദൈവം കഴിഞ്ഞാൽ ഞങ്ങൾ ബഹുമാനിക്കുന്ന പുണ്യവാളനാണ്. ആ വെല്ലിച്ച ചീത്ത വരുത്തം വന്ന് നിന്ന് വിളിച്ചാൽ അടി കൊടുക്കലേ? സ്വാഭാവികമല്ലേ ഇത്? അടി കൊടുത്ത് പിന്നെ ക്രിസ്ത്യാനി തല്ലിയെന്ന് പണ്ട് കാര്യമുണ്ടോ? ക്രിസ്ത്യാനിയുടെ വിശ്വാസത്തെ തകർക്കാൻ നോക്കി മിണ്ടാതെ ക്ഷമിച്ചു. പക്ഷെ വന്ന് സ്ഥിരം തെറി പറഞ്ഞ് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റൂ. അതുപോലെ ക്ഷേത്രത്തിൽ പിന്നെ പോയത് വെച്ച് സാധാനി നീ അകന്നു പോ എന്നൊക്കെ പറഞ്ഞ് അടി കിട്ടും. അത് പാടില്ല. എന്നിട്ട് ക്രിസ്ത്യാനി തല്ലിന്ന് പഠന കാര്യം. അതുകൊണ്ട് എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇവിടെ ക്രിസ്ത്യാനിയെ എല്ലാവരും വളർത്തുന്നത് എങ്ങനെ അന്ന് മനസ്സിലായിട്ടുണ്ട്. ഇവിടെ LDFും UDFും മാറി ഭരിച്ചല്ലോ. ഇവിടെ ക്രിസ്ത്യാനിക്ക് എന്ത് കിട്ടി? എന്ത് തന്നു എന്ന് പറ കേക്കട്ടെ. ഇവിടെ വേദപാഠം പഠിപ്പിക്കുന്ന അധ്യാപകർ ശമ്പളം കൊടുക്കുന്ന പള്ളിയിൽ നിന്നാണ്, പള്ളിയുടെ നേർച്ചക്കാശിന്നാണ്. പക്ഷേ ഓത്തുവെള്ളം കൊടുത്ത് 60 അധ്യാപന പെൻഷനും കാശ് കൊടുക്കുന്നത് ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്നാണ്. അതെന്നാ മര്യാദ? ഞങ്ങൾ ന്യൂനപക്ഷങ്ങളെ ക്രിസ്ത്യാനി കൊടുക്കുന്നില്ലല്ലോ. അവർക്ക് കൊടുത്ത് എനിക്കെതിരില്ല. നന്നായി.
മുസ്ലിങ്ങൾക്ക് കൊടുത്തതിനെ ഞാൻ അനുകൂലിക്കുന്നു, ഞാൻ കൈവക്കിയവനാ. പക്ഷേ അതുപോലെ ന്യൂനപക്ഷമല്ലേ ക്രിസ്ത്യാനി കൊടുക്കാൻ പാടില്ലേ? ഇവിടുത്തെ വിശ്വകർമ്മജരുണ്ട്, അവർ കൊടുക്കണ്ടേ? പാവങ്ങളല്ലേ? തീർച്ചയായും. ആ വിശ്വകർമ്മജർക്ക് എന്നാ കൊടുക്കാത്തേ? അതാ ഞാൻ പറഞ്ഞോളൂ. അപ്പൊ കൊടുക്കുമ്പോ ഒരു മര്യാദ എല്ലാത്തിനും വേണമെന്നേ. ഓക്കെ പി സി, ഞാൻ വരാം. ഒരു ഇടവേളയ്ക്ക് ശേഷം ഓടിയെത്താം. ഓക്കെ. പി സി ജോർജ്, താങ്കൾ CPM-ൻ്റെയും അതുപോലെ SDPI-യുടെയും കണ്ണിലെ കരടാണ്. ഇപ്പോൾ BJP കാരനായതോടെ ഈ ശത്രുത കൂടില്ലേ? എനിക്ക് എന്റെ വിരോധം, എനിക്ക് ആരോടും ശത്രുതയില്ല, മനസ്സിലായോ? ഏതാ അമ്പിയാരെ, ഞാൻ ഒരു തെറ്റും ചെയ്യാതിട്ട് പിണറായി 4 പ്രാവശ്യം എന്നെ വീട്ടിൽ നിന്ന് അയാളെ നാണം കെട്ട പോലീസുകാരനെ പോലീസുകാരെ പറഞ്ഞിട്ട് അവർക്ക് അരിഞ്ഞോണ്ടാ കൊണ്ടുപോയി എന്നെ. നല്ല മാന്യന്മാരായ പോലീസുകാർ ദുഃഖമുണ്ട്, അവർ പറഞ്ഞു എന്നാ ചെയ്യാം, ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശമാണ് ഞാൻ കേൾക്കേണ്ടത്. എന്തിനാ എന്നെ കൊണ്ടുപോയി? മോഷണം പിടിച്ചുപറി നടത്തുന്ന പിണറായി വിജയൻ എന്നേക്ക് ഈ മോഷ്ടിക്കാനും പിടിച്ചുപറിക്കാനും നടക്കാത്ത എന്നോട് ഇത് ചെയ്യാമോ? അതിന്റെ ഫലം അനുഭവിക്കുക. ഇപ്പോ ഉറങ്ങിയിട്ട് 2-3 ദിവസം ആയല്ലോ പിണറായി വിജയനും മകളും ഭാര്യയും ഒക്കെ. ഇനി നോക്കാം. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ സോറൻ ഇപ്പൊ പോയില്ലേ എന്നത് നമ്മുടെ അങ്ങനെ ഓരോന്നും പൊക്കോണ്ടിരിക്കുക. അതുപോലെ പിണറായി കുടുംബവും കൂടെ ജയിലിൽ കിടക്കുന്ന കാണാൻ എന്തൊരു കഷ്ടകാലം നീ ഇങ്ങനെ ആലോചിക്കുക. വലിയ താമസം സാധ്യതയില്ല. കാരണം അവർ 6-അംഗ ടീമാണ് വന്ന് ചാടിയിരിക്കുന്നത്. അവരാ ആര് പറഞ്ഞാലും കേൾക്കുന്നവരല്ല. ഇപ്പൊ പ്രധാനമന്ത്രി അങ്ങോട്ട് പറഞ്ഞാലും അവർ കേൾക്കുകയല്ല. അവരത് എന്ത് കാണുന്നു അത് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരെ വന്നിരിക്കും. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ്. ഹൈക്കോടതി ദേവൻ രാമചന്ദ്രൻ എന്ന ജഡ്ജി എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തെ അങ്ങനെ ആരും ചാക്കിട്ടാ കിട്ടുന്നവനല്ല. ഈ പിണറായിയൊക്കെ ഇത്ര അതീവ സമ്പന്നൻ, മനസ്സിലായില്ല? 1500 കോടി രൂപയ്ക്ക് സ്വത്തിന് മുകളിലുള്ള ആളാ. അങ്ങനെ കാശൊന്നും മേടി. അല്ലെങ്കിലും കേരള ഹൈക്കോടതി കള്ളന്മാരും ജഡ്ജിമാര് കുറവാന്നേ, കാശ് മേടിക്കുന്ന ജഡ്ജിമാരൊന്നും ഇല്ല. അതുകൊണ്ട് ഇത് ജയിലിൽ പോയത് ഉറപ്പാ. ജയന്റെ ഒരു സങ്കടം അല്ല, സത്യം ദൈവം സാക്ഷി, അവനെ പിടി സത്യം. ഞാനുമായി ബന്ധപ്പെട്ടല്ല ആ കേസ്. അവൻ ഉണ്ടാക്കിയ, അവൻ നടന്ന് തെളിവുകൾ ശേഖരിച്ച് അവൻ തന്നെ ഫയൽ ചെയ്ത കേസാണ്. അവനെ സഹായിക്കാൻ അവർ കൊടുത്ത് സുഹൃത്തുക്കൾ വക്കീലന്മാരുണ്ട്. അല്ല ഞാൻ ഒരു സഹായം ചെയ്തു കൊടുത്തത് ഇപ്പോഴും ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ അവനതിന് ഉറച്ചു നിൽക്കുകയാണ്. ഈ അടുത്ത കാലത്ത് ഞാൻ വിശദാംശങ്ങൾ പഠിച്ചത്, എന്ത് കാണിച്ചാലും പിണറായി അകത്ത് പോലും എനിക്ക് അന്നേരെ തോന്നി. കാരണം കോടതി നിഷ്പക്ഷമല്ല. കോടതിക്ക് അന്വേഷണം കട്ടോ ഇല്ലയോ? കട്ടില്ലെന്ന് ഞാൻ പറയാം. എന്നാ അന്വേഷിക്കുന്നതിനെ എതിർക്കേണ്ട കാര്യം? ഞാൻ കട്ടോ എന്ന് എതിർക്കുന്ന എന്തിനാ? ഞാൻ കട്ടിലെ പിന്നെ എതിർക്കേണ്ട കാര്യമുണ്ടോ? KSADCയുടെ ഇവിടെ ഒരു വക്കീലങ്ങൾ 25 ലക്ഷം രൂപ അങ്ങനെ വന്നിച്ച് പോയി. 25 ലക്ഷം രൂപ. ഇതെന്നാ ഏതാ കാശ്? ഏതാ? നമ്മുടെ കാശാ, നമ്മുടെ നികുതിപ്പണം. പിണറായിയും മകളും കൂടെ കട്ടച്ച് അത് അവരെ രക്ഷിക്കാൻ വേണ്ടി ആ നികുതിപ്പണം എടുത്തു കൊടുക്കുന്ന മര്യാദയാണ്. എനിക്ക് മനസ്സിലായില്ല. ഞാൻ BJP വെറുതെ ചേർന്നല്ല നമ്പ്യാരെ. ഇതുമായിട്ട് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടല്ല ഒരു കാര്യം ഒരുത്തരം പോലും പറയില്ല. ഒരു സ്ഥാനവും ഞാൻ ചോദിച്ചിട്ടില്ല. ഈ കേരളത്തിൽ മര്യാദയ്ക്ക് 4 ലക്ഷം കോടി രൂപ കടത്തിലാണ് നമ്മള്. ഇതെവിടെ പോയി നിൽക്കും നമ്മള്? പട്ടിണിയാവും മനുഷ്യൻ. ആത്മഹത്യ പെരുകയാണ്. കച്ചവടക്കാരും ചെറുകിട കച്ചവടക്കാരും കൃഷിക്കാരനും മുഴുവൻ ആത്മഹത്യയുടെ പക്കത്താണ്. ആത്മഹത്യ നടക്കുക. വിദ്യാഭ്യാസ മേൽ താറുമാറായില്ലേ വിദ്യാഭ്യാസം? ഇതൊക്കെ രക്ഷിക്കാൻ ഇനി എന്താ മാർഗം? ലോകത്തിന്റെ നെറുകയിലേക്ക് ഇന്ത്യ രാജ്യത്തെ, ഭാരതത്തെ നയിക്കുന്ന വളരെ മാന്യനായ, നീതിമാനായ, നീതിനിഷ്ഠയുള്ള, അഴിമതിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന മോദിജിയോടൊപ്പം നീങ്ങുക എന്നുള്ളതല്ലാതെ ഒരു മാർഗവും ഇല്ല. അദ്ദേഹത്തിന്റെ ഒപ്പം നിന്നാൽ നമ്മളെ അദ്ദേഹം രക്ഷിക്കും. നമുക്ക് കഞ്ഞി കണ്ടാലുള്ള ഉത്തരവാദിത്തം അദ്ദേഹം ഏറ്റെടുക്കും. ഇപ്പൊ തന്നെ നമുക്കറിയാം, 1 ഏക്കർ ഭൂമിയുള്ളതിന് 6000 രൂപ ഒരു വർഷം 6000 രൂപ വെച്ച് കൊടുത്തോണ്ടിരിക്കുക. 6000 രൂപ കിട്ടുമ്പോ 5 ഏക്കറുണ്ട് 30,000 രൂപ കിട്ടും. കേരളത്തിൽ റബ്ബർ കൃഷിക്കാരനെ രക്ഷപ്പെടണ്ടേ? ഇവിടുത്തെ ഏലം കൃഷിക്കാരനെ രക്ഷപ്പെടണ്ടേ? അല്ല പി സി, അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കേരളത്തിലെ കാർഷിക മേഖല, കർഷകർ നേരിടുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നൊരു ഉറപ്പ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടുണ്ടോ? BJP നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടുണ്ടോ? ഉറപ്പാണ്. ഒരൊറ്റ ഉദാഹരണം പറയാം നമ്പര്, അപ്പൊ മനസ്സിലായി. ഞാൻ വിശദാംശം കൂടുതൽ പറയുന്നത് ശരിയല്ലോ. ഞാനും ഷോണും അഡ്വക്കേറ്റ് ജോർജ് ജോസഫും കൂടെ പോയത് കാക്കനാട്. എന്നെയും കൊണ്ട് ഞാൻ നഡ്ഡാജിയെ കണ്ടു. നഡ്ഡാജിയെ നഡ്ഡാജിയെ കണ്ടപ്പോഴും ഞാൻ ഇവിടുത്തെ മന്ത്രിമാരാ ഉള്ളത്. ആരൊക്കെയാണെന്നറിയാവോ? നമ്മുടെ കേരളത്തിലെ പ്രിയങ്കരായ മന്ത്രിയുണ്ട്, നമ്മുടെ മുരളീധരൻ.
ഇത്ര മാന്യനായ ഒരു മന്ത്രി, അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരൻ മറ്റൊരു മന്ത്രി. ഈ രണ്ട് മന്ത്രിമാരാണ് ഞങ്ങളെ കൊണ്ട് നടന്നത്, അല്ലാതെ പീഗുണന്മാരല്ല. ഈ രണ്ട് മന്ത്രിമാരും കൂടി കൊണ്ടുപോയി എല്ലാ സ്ഥലത്തും പോയി. ഞങ്ങളെ പീയൂഷ് ഗോയലിനെ കണ്ടപ്പോ പീയൂഷ് ഗോയലുമായിട്ട് ആദ്യത്തെ ഒരു 10 മിനിറ്റ് തർക്കമായിരുന്നു, പ്രാവശ്യം. സത്യത്തിൽ എനിക്ക് ചിരി വന്നു. എന്താണെന്നറിയാവോ? എന്റെ മകൻ വളരെ വിനയത്തോട് തോൽവി സമ്മതിക്കുന്നു പീയൂഷ് ഗോയലിന്റെ മുമ്പിൽ. കാരണം പീയൂഷ് ഗോയൽ പറഞ്ഞ ശരി നിങ്ങൾ എന്റെ മകൻ സമ്മതിച്ചു ഷോട്ട്. അപ്പൊ പുള്ളി ഒറ്റ ചിരി. അതായത് ഇത്തരം പഠിച്ചിരിക്കുന്ന ഈ പാവപ്പെട്ട കൃഷിക്കാരനെ പറ്റി ഒരു മന്ത്രിയുടെ അറിവ് ഇത്ര ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. എനിക്ക് അല്പം തോന്നി. പക്ഷെ അങ്ങനെ ഒരു മാന്യത കാണിച്ചു. അത് ഷോൺ അപ്പൊ പറഞ്ഞു, മന്ത്രി പറഞ്ഞ് ശരിയാണ്, ഇപ്പൊ പക്ഷെ ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം കൃഷിക്കാരനെ. റബ്ബർ പുള്ളി പറഞ്ഞ് രക്ഷിക്കാം, നമുക്ക് നോക്കാം. അത് എങ്ങനെയെന്ന് ഞാനിപ്പോ പറഞ്ഞു നോക്കിയല്ലോ. അവിടെ ഇവൻ പറഞ്ഞു, ഒറ്റയിടം പറഞ്ഞു, റബ്ബർ ബോർഡിന്റെ റീജിയണൽ ഓഫീസോട് പൂട്ടിക്കെട്ടി കിടക്കുന്ന 400 ചില്ലുവാൻ എണ്ണമുണ്ട്. അത് അവരെല്ലാം ഓഫീസർമാരെ നിയമിക്കണം. ഉടനെ പുള്ളി ജോയിന്റ് സെക്രട്ടറി വിളിച്ചു. ആ ഫയൽ ഇന്ന് ഒപ്പിടാൻ പറഞ്ഞു. അതിന് ഫയലുണ്ട് അവിടെ. എന്നിട്ട് വേറെ പറഞ്ഞു, മന്ത്രിമാർ രണ്ടുപേരെയും ഷോണിനെ കൂടെ അങ്ങോട്ട് അയക്കുക, ഡിസ്കസ് ചെയ്ത് തീരുമാനം എടുക്കാൻ പറഞ്ഞു. ആ ജോയിന്റ് സെക്രട്ടറി അടുത്ത് ചെന്നപ്പോൾ മന്ത്രിമാർ 2 പേരുണ്ട്, ഷോണും ഉണ്ട്. ഞാൻ അങ്ങോട്ട് പോയില്ല. അവിടുന്ന് ആ ജോയിന്റ് സെക്രട്ടറി ഇവിടുത്തെ റബ്ബർ ബോർഡ് ചെയർമാനെ വിളിച്ചു. ഷോൺ വിൽ കം ആൻഡ് കോൺടാക്ട് യു. ഷോൺ റബ്ബർ ബോർഡ് ചെയർമാനെ കണ്ട് ബാക്കി തീരുമാനം പറഞ്ഞിരിക്കുക. ഇങ്ങനെ ശക്തമായ നടപടിയിലേക്ക് പോകില്ലേ അവിടെ? ഇവിടെ കക്കാൻ നോക്കിയിരിക്കുകയല്ലോ. ഇവിടെ കേരളം അതല്ലേ? വിവരമുള്ള മന്ത്രിമാർ വല്ലവരും ഉണ്ടോ കേരളത്തില്? മനുഷ്യ അറിയുന്ന മന്ത്രിമാരുണ്ടോ? എല്ലാം കൂടെ ഒന്ന് ആലോചിച്ച്, കേരള യാത്ര കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എയർ കണ്ടീഷൻ ബസ് പിണറായി വിജയൻ മന്ത്രിമാരുടെ യാത്ര ചെയ്യാൻ എത്ര കോടി രൂപ നഷ്ടപ്പെട്ടു. പോട്ടെ, രസം എന്താണെന്നറിയോ? വണ്ടി നിർത്തുമ്പോഴേ ഈ മന്ത്രിമാർ ചാടുക. എങ്ങോട്ടാന്നറിയാം? അവർ കുറെ കാറ് കിടക്കുക, സ്റ്റേറ്റ് കാറും കുറെ എസ്കോട്ട് വണ്ടി, അതേ ചാടിക്കറി അടുത്ത TV പോവുക. എന്താ വെച്ചാൽ സുഖമായിട്ട് വെള്ളം അടിക്കുക. വെള്ളം മദ്യമല്ല കേട്ടോ, ഇത് വെള്ളം കുടിക്കുക, നാരങ്ങാളം കുടിക്കാൻ പോയെന്നാ പറയുന്നത്. സ്റ്റേറ്റ് കാറാ. അപ്പൊ ഈ മന്ത്രിമാരുടെ കാറിന് ഇവനെന്തിനായിരുന്നു ഈ ബസ്? ഈ നിവേദനം മേടിക്കാൻ ഈ മന്ത്രി 10-20 പുറകെ ഇരിപ്പില്ലായിരുന്നു. അവരെ ഇറക്കിവിട്ടാ നിവേദനം. ഒരു കാര്യം ചോദിച്ചോട്ടെ, മാണി സാറിന്റെ പാർട്ടിക്കാർക്ക് മാനസാന്തരം ഉണ്ടാവുമോ? മാനസാന്തരം ഉണ്ടായില്ലേ? അടുത്ത ഇലക്ഷൻ കഴിയുമ്പോൾ ഇത് കാണുകയല്ലേ ഈ സാധനം. പിന്നെ മാനസാന്തരം 100% തീർന്നു പോകും. ഞാൻ ചോദിക്കട്ടെ, നമ്പ്യാർ ഓർക്കുന്ന നമ്പർ നിയമസഭ ഉണ്ടല്ലോ, ഞാൻ നിയമസഭയെ പൊക്കി കാണിച്ച ഒരു കടലാസ് ഓർക്കുന്നുണ്ടോ? ഇന്ത്യ രാജ്യത്തെ റബ്ബർ ഇറക്കുമതിക്കും കയറ്റുമതിക്കും നേതൃത്വം കൊടുക്കാൻ, അതുപോലെ കൃത്രിമ ഉത്പാദിപ്പിക്കുന്ന റബ്ബറും ഇറക്കുമതി നടത്തുന്ന ഏറ്റവും വലിയ കമ്പനിയുടെ MD ആരാ? ചെയർമാൻ ആരാ? ഒരു എറണാകുളം കേന്ദ്രമായ ഒരു കമ്മിറ്റിയാ അത്. അതിന്റെ മുതലാളിമാര് മാണിയുടെ മകളുടെ ഭർത്താവ് ഉൾപ്പെടെ ഉണ്ട്. അതിന് ആ കമ്പനിയുടെ ചെയർമാൻ ആരാ? ജോസ് കെ മാണി. കടലാസ് എഴുതി ഞാൻ പൊക്കി കാണിച്ചു, ഫോട്ടോ സഹിത നിയമസഭ കാണിച്ച്, അവരുടെ ബോർഡ് ഉൾപ്പെടെ. അപ്പോഴേ മാണി അങ്ങോട്ട് വികാരം കൊണ്ടു. പക്ഷെ പണി പൊളിഞ്ഞു പോയി. ഞാൻ തെളിവ് വെച്ച അവിടുന്ന്. അന്ന് അവൻ രാജിവെച്ചു ജോസ് കെ മാണി. എന്നുവെച്ച് ഭാര്യയെ പിടിച്ചാക്കി ചെയർമാൻ. ഇത് എപ്പ ഈ റബ്ബർ കൃഷിക്കാരനെ രക്ഷിക്കുന്നതാണോ ഇത്? കച്ചവടം നടത്തി, റബ്ബർ കച്ചവടം നടത്തി, റബ്ബറിന് വിലയില്ലാതാക്കി, കൃഷിക്കാരൻ റബ്ബർ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി വലിയ വിലയ്ക്ക് കയറ്റുമതി ചെയ്ത് കച്ചവടം ചെയ്യുക. എന്നിട്ട് കൃഷിക്കാരനെ രക്ഷിക്കാനാണെന്ന് പറഞ്ഞ് 10 പിള്ളേരെ കൊണ്ടുപോയി കളക്ടറേറ്റ് കൊടുത്ത് സത്യാഗ്രഹം ഇരിക്കുക. അങ്ങനെ ഒരു സത്യാഗ്രഹം ചെയ്യുമ്പോൾ എത്ര ലക്ഷമാണ് റബ്ബർ വ്യവസായിയുടെ നിങ്ങളുടെ കയ്യിലൊക്കെ വന്ന് വീഴുന്നത്? എല്ലാ കള്ളക്കടയും എനിക്ക് വരും. അതുകൊണ്ടാണ് കേരള കോൺഗ്രസ് പിരിച്ചുവിടണമെന്ന് ഞാൻ പറഞ്ഞത്. അതിനൊന്ന് എന്നോട് തിരിപ്പഴെന്ന് മറക്കണ്ട. ജോസഫും കൊള്ളാം, മാണിയും കൊള്ളാം. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് പിരിച്ചുവിടണം. ഞാൻ വരാം. മറ്റൊരു ഇടവേള കൂടി. എല്ലാവരും ചോദിക്കുന്നു, താങ്കളെപ്പോലെ ഇത്രയും അനുഭവ സമ്പത്തുള്ള ഒരു നേതാവിന് BJP-യിൽ എന്ത് സ്ഥാനമാണ് നൽകാൻ പോകുന്നത്? എന്തെങ്കിലും ഉറപ്പ് ലഭിച്ചിട്ടുണ്ടോ PC? നമ്പ്യാർക്ക് അറിയാൻ പാടില്ലേ, EVS അച്യുതാനന്ദൻ എന്നെ മന്ത്രിയാക്കാൻ വേണ്ടി സ്ട്രോങ് നിലപാട് സ്വീകരിച്ച് മുഖ്യമന്ത്രിയായിരുന്നു. ഞാൻ വേണ്ടാന്ന് പറഞ്ഞോനെ. എന്തിനാ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടിയുണ്ടാണ് ഞാൻ കാരണം. അത് കഴിഞ്ഞ് കേരള കോൺഗ്രസും ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഉണ്ടായി. 71 അംഗങ്ങളേ ഉള്ളൂ. ഞാൻ ഇല്ലെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഇല്ല. അന്ന് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട്. അവിടെ ചോദിച്ചു എന്നെ മന്ത്രിയാക്കണം, 3ാം മന്ത്രിസ്ഥാനം കേരള കോൺഗ്രസ് ജോർജ് മന്ത്രിയാക്കണം, പാണക്കാട്ട് താങ്കൾ ഉൾപ്പെടെ പറഞ്ഞതാ. എനിക്ക് വേണ്ടെന്ന് വെച്ചാൽ എന്റെ കാരണം അറിയോ? മാണി ജോസഫും കൂടെ 2 മന്ത്രിസ്ഥാനം മതി.
മണിസാറിനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു ജോസഫ് സമ്മതിക്കലെന്ന്. മണിസാർ മരിച്ചു വിഭാവം, അങ്ങനെ എത്ര ഭേദം. ജോസഫ് സമ്മതിക്കാറ്. ഞാൻ മണിസാറെ പേടിക്കണ്ട, 2 മതി. കമ്മിറ്റി വിളിച്ചു, കമ്മിറ്റി വെച്ച് ഞാൻ പ്രഖ്യാപിച്ചു 2 മതി, ഞാനാകുന്നില്ല. വഴക്കൊഴിവായില്ലേ? എനിക്ക് വേണമെന്ന് പറഞ്ഞാലോ എന്നെ മന്ത്രിയാക്കാതിരിക്കാനുള്ള ഒരു മാർഗവും ഇല്ല. എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ മാന്യത കാണിച്ചിട്ട് പഠിച്ചിട്ടുള്ളൂ. എനിക്ക് സ്ഥാനം പ്രശ്നമല്ല. ഇത്തവണ ഡൽഹി ചെന്നു നഡ്ഡാജിയായിട്ട് സംസാരിക്കുന്നു. പുള്ളി എന്തെങ്കിലും ഉണ്ടോ സംസാരിക്കും? ഞാൻ നത്തിങ്, നോ ഡിമാൻഡ്. ഇതാണ് എൻ്റെ ആദ്യത്തെ കമന്റ്. നോ ഡിമാൻഡ്. ഞാൻ BJP-യിൽ എന്റെ പാർട്ടി ലയിപ്പിക്കാൻ തീരുമാനിക്കുന്നു, മെമ്പർഷിപ്പ് വേണം, ദാറ്റ്സ് ഓൾ. അതാ ഞാൻ പറഞ്ഞു. അല്ലാതെ ഒരു സ്ഥാനം ചോദിച്ചിട്ടില്ല, ഒരു അവകാശവാദം ഉന്നയിച്ചിട്ടില്ല. ഇതൊക്കെ എന്റെ പ്രവർത്തനത്തിലൂടെ ഞാൻ ആരാണെന്ന് അവർ കണ്ടിട്ടുണ്ട്. ഇനി ഞാൻ കാണിച്ചു കൊടുക്കും. കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും അനുഭാവപൂർവമായ സമീപനം എന്നോട് ഉണ്ടാവും എന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഞാൻ ആ നിലയിൽ പോകും. ഒരു തർക്കം വേണം നമ്പ്യാരെ. ഒരു സ്ഥാനത്തിലൂടെ ആരോടും വഴക്കുണ്ടാക്കുന്ന പ്രശ്നമില്ല. അർഹതപ്പെട്ട ദൈവം തരും, തന്നാ മേടിക്കും. അല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്നു. PC ജോർജ് BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്ന് പറയുന്നു. ഏത് സീറ്റിലാണെന്ന് ഞാൻ പറയുന്നില്ല, PC-ക്ക് ഒരു പക്ഷേ അറിയായിരിക്കും. ആളുകൾ പറയുന്നതാണ് PC. ഞാൻ ശരിയാണ്. എന്നോട് BJP-യുടെ പ്രവർത്തകർ ഉൾപ്പെടെ അല്ലാത്തവരുൾപ്പെടെ എല്ലാവരും എന്നെ വിളിക്കുന്നുണ്ട്. പത്തനംതിട്ട സ്ഥാനാർത്ഥിയാണോ, ജയിക്കും, നിക്കണം എന്ന് എന്നോട് പറയുന്നുണ്ട്. ഞാൻ ഒരു അഭിപ്രായം പറയുന്നു, നിൽക്കിയാലെന്ന് പറഞ്ഞിട്ടില്ല. കാരണം അത് BJP-യുടെ ഒരു ദേശീയ നേതൃത്വം പ്രഖ്യാപിക്കും. അതിനു മുമ്പ് ഞാൻ കയറി പ്രഖ്യാപിക്കുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. PC, നമ്മുടെ UDF-ന്റെ അവസ്ഥ എന്താവും? ഇപ്പോൾ ഇതാ സീറ്റ് വിഭജന ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് കൂടി വേണം എന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലീഗിന്റെ സമ്മർദ്ദത്തിന് കോൺഗ്രസ് വഴങ്ങുമോ? അത് ന്യായമല്ലേ ലീഗ് പറയുന്നത്? ആണോ? പറയുമ്പോൾ UDF-ൽ നിന്നുകൊണ്ട് ലീഗ് പറയുന്ന കുറ്റം പറയാൻ പറ്റില്ല. ഒരു സീറ്റിനോട് യോഗ്യത അവർക്കുണ്ട്. കോൺഗ്രസ് തീർന്നു കിടക്കുന്ന 5-6 ഗ്രൂപ്പായിട്ട് അടിച്ചു തകരാൻ പോകുന്ന നേതാക്കന്മാരുടെ പാർട്ടിയാണ് കോൺഗ്രസ്. ആ കോൺഗ്രസൊക്കെ ലീഗിന് അർഹത. അത് പോട്ടെ, അത് എവിടെ നിൽക്കട്ടെ, അവരുടെ കാര്യം ഇഷ്ടമുള്ളവർ ചെയ്യട്ടെ. പക്ഷെ വേറെ കാര്യം ഞാൻ പറയാം. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഇത്തവണ BJP മിനിമം 5 സീറ്റെങ്കിലും 5 MP വരെയും കൊണ്ടാണ് കേരളം പോകാൻ പോകുന്നത്. നോക്കിയോ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉറപ്പ് 5 കൂടുതൽ വരുള്ളൂ, 5 കുറയില്ല. അങ്ങനെ വന്നാൽ ഇവിടെ പിന്നെ LDF UDF ഇല്ലല്ലോ. ഇവരെല്ലാം ഒന്നല്ലേ? ഇവരെ ഒന്നിക്കാലോ. കഴിഞ്ഞ തവണ സുരേന്ദ്രനെ തോപ്പിക്കാൻ വേണ്ടി CPM-ന്റെ വോട്ട് കയറി കോൺഗ്രസ് കൊടുത്തില്ലേ? അല്ല, പക്ഷേ BJP-യുടെ സ്ഥാനാർത്ഥികൾ ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇവരൊന്നിക്കുമല്ലോ, അല്ലേ? ഒന്നിച്ചാലും പലവില്ല. അതാ ഞാൻ പറഞ്ഞു. പാർലമെന്ററി രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ അങ്ങനെ ഒന്നിച്ച് പ്രവർത്തിച്ചതായിട്ടൊക്കെ നമുക്ക് അറിയാം. അതുകൊണ്ടാണ് നമ്പിയാരെ ഒരു ഫലമില്ല. എന്താണെന്നറിയോ? കോൺഗ്രസിലുള്ള മാന്യന്മാരായ പ്രവർത്തകർ മുഴുവൻ ഇപ്പം നിർജീവമായി. അടുത്ത പാർലമെന്റ് ഇലക്ഷൻ അവരെല്ലാം BJP-യിലെത്തും, ഒരു സംശയം വേണ്ട. CPM-ന്റെ അഴിമതി, പിണറായിയുടെ കൊള്ള, ഈ പിടിച്ചുപറി കണ്ട് മടുത്ത യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനെല്ലാം നിർജീവമായി നിൽക്കുക. മാന്യമായിട്ട് പ്രവർത്തിക്കുന്നുള്ളവരെല്ലാം BJP-ക്ക് വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും. അവസാനം ചള്ളുപിള്ളെല്ലാം കൂടെ, ഈ ചള്ളുപിള്ള്, അതായത് കൈക്കൂലിക്കാരും അഴിമതിക്കാരും എല്ലാം കൂടെ, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എല്ലാം കൂടെ ഒന്നായിട്ട് 26-ലെ അസംബ്ലി ഇലക്ഷൻ നീക്കും. തീരും അതോടുകൂടി. അതോടെ BJP-യുടെ കാലമാവും, ഒരു സംശയം വേണ്ട. ഇത് സംഭവിക്കാൻ പോവുക. ഇത് BJP-യും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കൂടെ ഒന്നാകുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഗതി? ഒന്നാണ്ട് ഗതിയാവില്ല ഇപ്പോൾ വരാൻ പോകുന്നത്. യാതൊരു തർക്കം ഇവിടെ ഒന്നാവും. ആ ഒന്നായി തീർന്നു പോകും. അതോടെ കേരളത്തിലെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് തീരും. അതോടെ ഇന്ത്യയിലെ കോൺഗ്രസും തീരും. അതാ രസം. എനിക്ക് ഞാൻ അനുമാനത്തോട് പറയട്ടെ, എനിക്ക് ജവഹർലാൽ നെഹ്റു കുടുംബത്തോട് ഭയങ്കര ആദരവും ബഹുമാനമുള്ളവരെ. എനിക്ക് ഇന്ദിരാജിയോടൊപ്പം വാഹനത്തിൽ ഞാൻ സഞ്ചരിച്ച ഇപ്പോഴും ഓർക്കുക. പാലാ ടൗണിലൂടെ ഞാൻ ഇന്ദിരാജും തന്നെയാ ജീപ്പേല്. എന്തോ ഒരു നല്ല കുടുംബം, നല്ല അറിയാതെ പൊട്ടിക്കഴിഞ്ഞവനെ. എനിക്ക് ആ കുടുംബത്തോട് സ്നേഹം കൊണ്ട് ബഹുമാനമുണ്ട്. പക്ഷേ തകർന്നിരിക്കുന്നു, കോൺഗ്രസ് തകർന്നിരിക്കുന്നു. ആ കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ പറ്റാത്ത പൊസിഷനായി. എങ്ങനെ മുന്നോട്ട് പോകാന്? ഞാൻ ഒറ്റ കാര്യം കൂടി ചോദിക്കുന്നു, സമയപരിമിതി ഉള്ളത് കൊണ്ടാണ് ഒറ്റ കാര്യം കൂടി ചോദിക്കുന്നു. PCയെ പോലെ പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ കേരളത്തിൽ നിന്ന് BJP-യിലേക്ക് വരുമോ? വരും, ഉറപ്പാണോ? അത് പ്രഗത്ഭന്മാര് വരും. പ്രഗത്ഭന്മാർ ഇനിയും BJP-യിലേക്ക് വരും. ധൈര്യമായിട്ടോ കാണിച്ചു തരാം. ഓക്കെ, വളരെയധികം നന്ദി PC.
PC-യുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ഭാവുകങ്ങളും ആശംസിക്കുന്നു. വളരെയധികം നന്ദി മറുപടിയിൽ പങ്കെടുത്തതിന്. താങ്ക് യു വെരി മച്ച്. യെസ്, മറുപടിയുടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു. വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി.